الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പ ഭാര്യ മക്കള് കുടുംബങ്ങള് ഉസ്താദുമാർ സ്നേഹിതന്മാർ ഞങ്ങളെ പിരിസം വെക്കുന്ന നാം പിരിസം വെക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങള് നാട്ടിലും വിദേശത്തുമുണ്ട്. റഹ്മാനെ, എല്ലാവരെയും നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ റഹ്മാനെ. നിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അഹ്ലിൽ പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ വാഖിയ ഇന്നക്ക് 27ാമത്തെ ദിവസമാണ് തുടങ്ങിയിട്ട്. ഏകദേശം 50-54 ആയത്തോളം ആയിന്ന് കാണുന്നു. ഇനിയും ഒരു 40 ആയത്തായതിനും ബാക്കിയുണ്ട്. അള്ളാഹു നമുക്കിത് പൂർത്തിയായി പഠിക്കാനും പഠിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ പറഞ്ഞു വെച്ചത് ആ ഖിയാമത്ത് നാളിനെ കളവാക്കുന്ന ആ വിഭാഗം പറയും, കാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമാ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. ആ ധിക്കാരികള്, ഖിയാമത്ത് നാളിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുമാർ പറയും, വകുന്നാ തുറാബൻ വഇളാമാ, ഞങ്ങൾ മണ്ണായി പോയാൽ, ഞങ്ങളെ ഇറച്ചും മാംസവും എല്ലും എല്ലാം മണ്ണോട് നുരുമ്പിപ്പോയാൽ, അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ രണ്ടാമത് യാത്രയാക്കപ്പെടുമോ? ഖബറിൽ നിന്ന് രണ്ടാമതൊന്ന് ഞങ്ങൾക്ക് പുനർജീവിതം തരുമോ? അതൊക്കെ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടോ? അവ്വലൂൻ, ഞങ്ങളെക്കാളും മുൻകഴിഞ്ഞു പോയ ഞങ്ങളെ ബാപ്പമാരെയും ഒരുമിച്ച് കൂടുമോ? ആ മഹ്ശറിൽ രണ്ടാമത് ജീവൻ കൊടുത്തിട്ട് അവരെ യാത്രയാക്കപ്പെടുമോ? അവർ പരിഹസിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല മുത്ത് നബിയോട് പറയുന്നത്, ഖുൽ, നബിയേ തങ്ങൾ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, കഴിഞ്ഞു പോയ ആളുമാരെയും ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാവരെയും ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അല്ലാഹു നിശ്ചയിക്കപ്പെട്ട, അല്ലാഹു തീരുമാനിക്കപ്പെട്ട ആ അറിയപ്പെട്ട ദിവസത്തിലേക്ക് നിങ്ങളെയും ഒരു യാത്രയാക്കപ്പെടും. ഇതിന് മുമ്പ് കഴിഞ്ഞവരെയും യാത്രയാക്കപ്പെടും, ഇനി വരാനുള്ളവരെയും യാത്രയാക്കപ്പെടും. ഖുർആൻ അല്ലാഹു തആല പറയുന്നത്, ആ പരിഹസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ഉപ്പാപ്പമാരെയും യാത്രയാക്കപ്പെടും, ഇനി വരാനുള്ളവരെയും യാത്രയാക്കപ്പെടും. ആ അറിയപ്പെട്ട, ആ നിശ്ചയിക്കപ്പെട്ട ദിവസം ഏതാണ്? അത് ഖിയാമത്ത് നാളാണ്. അത് ഖിയാമത്ത് നാളാണ്. സൂറത്ത് യാസീൻ അല്ലാഹു തആല നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂറത്ത് യാസീൻ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂര്യൻ ആ കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതപ്പെട്ടാൽ, ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ കടന്നുറങ്ങുന്ന ഖബറിൽ നിന്നിട്ട്, അവർ മരിച്ചിട്ട് ഖബറിൽ കടക്കുന്നുണ്ടല്ലോ, ആ ഖബറിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ കുതിച്ച് കുതിച്ച് അല്ലാഹുവിലേക്ക് നടക്കുന്നവരാണ്, പോകുന്നവരാണ്. ഇത് ഞാനടക്കം ചിന്തിക്കണം. മരിച്ചിട്ട് ഖബറിൽ പോകാനുണ്ട്. ആ ഖബറിൽ ഖിയാമത്ത് നാൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം
സൂര്യൻ കാഹളത്തിൽ ഊതിയാൽ രണ്ടാമത് ഖബറിട്ട് പുറത്തു വന്നിട്ട് അള്ളാഹുവിലേക്ക് പോകാനുണ്ട്. ആ പോകുന്ന സമയത്ത് ആ മുനാഫിഖീങ്ങളെ അള്ളാഹുവിനെ കളവാക്കിയവർ പറയും, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ കടക്കുന്ന സ്ഥലത്തിട്ട് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഈ കടക്കുന്ന ഖബറിൽ അത് തന്നെ വലിയ അദാബും ശിക്ഷയിലായിരുന്നു. ഇപ്പൊ ഇവിടെ പുറത്തു പോയി നോക്കുമ്പോ അതിനേക്കാളും അപ്പുറമാണ്. ഖബറിൽ തന്നെ വലിയ അദാബാണ്, ആ ഖബറിൽ തന്നെ വലിയ ഭയാനകരമാണ്. പക്ഷേ ഖബറിനിട്ട് രണ്ടാമത് പുറത്തു വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതിനേക്കാളും വലിയ അപകടമാണ്. അപ്പോൾ അവർ പരസ്പരം അവരവരെ ആൾമാരെ കാണുമ്പോൾ, അഥവാ ഞങ്ങളാൾമാരെ കാണുമ്പോൾ ചോദിക്കും, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ കടന്നു ഉറങ്ങുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കടന്നിരുന്ന ഈ ഖബറിനിട്ട് രണ്ടാമത് ആരാണ് ഞങ്ങൾ വിളിച്ചുണർത്തിയത്? അപ്പോൾ ആണ് അവിടെ നിന്ന് മറുപടി കേൾക്കുന്നത്, ഹദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹു തആല വഅദ ചെയ്തതാണ്, നിങ്ങളന്ന് എതിർത്തില്ലേ, ഖിയാമത്ത് നാളില്ല, രണ്ടാമത് ജീവിതമില്ല, ഇത് അല്ലാഹു തആല വഅദ ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങള് അല്ലാഹുവിന്റെ നബിമാർ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ വിശ്വസിച്ചില്ല. ഇതാരാണ് പറയുന്നത്? ഒരുപക്ഷെ തൊട്ടടുത്തുള്ള മുഅ്മിനീങ്ങളായിരിക്കും പറയുന്നത്. ചോദിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ രണ്ടാമത് ഉണർത്തിയത്, ആരാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ആ ചോദിക്കുമ്പോൾ മറ്റൊരു കൂട്ടം മുഅ്മിനീങ്ങൾ പറയും, ഹദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് അല്ലാഹു തആല വഅദ ചെയ്തതാണ്, അല്ലാഹു തആല നേരത്തെ പറഞ്ഞതാണ്. വസദഖൽ മുർസലൂൻ, ഇത് മുർസലീങ്ങൾ പറഞ്ഞ സത്യമാണ്, അന്ന് ഞങ്ങൾ അംഗീകരിച്ചില്ല, അന്ന് ഞങ്ങൾ അത് വിശ്വസിച്ചില്ല. ഒന്നിരിക്കലോ മുഅ്മിനീങ്ങളായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മലായികകളായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം അവർ തന്നെ ആയിരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല പറയുന്നു, ആ ഖിയാമത്ത് നാൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദിവസം തന്നെ. അല്ലാഹുവേ, അതിന്റെ അപകടത്തിൽ നിന്ന് അദാബിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ റഹ്മാനേ. പിന്നീട് അല്ലാഹു തആല പറയും, സുമ്മ ഇന്നകും അയ്യുഹൽ മുകദ്ദിബൂൻ. അല്ലാഹുവിന്റെ വല്ലാത്ത താക്കീതാണ്. സുമ്മ ഇന്നകും, നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ, അയ്യുഹല്ലാദൂൻ, അല്ലാഹു വിളിക്കുന്നത്, ഓ തെമ്മാടികളെ, ഓ ധിക്കാരികളെ, ഓ റൗഡികളെ, അയ്യുഹല്ലാദൂന, ഓ പിഴച്ച സമൂഹമേ, ഹക്ക് നിട്ട് ഹിദായത്തിന് പിഴച്ചു പോയ ധിക്കാരികളെ, തെമ്മാടികളെ, അൽ മുകദ്ദിബൂന, ഖിയാമത്ത് നാളിനെ കളവാക്കിയ ആളുമാരെ, ഇന്നക്കും സുമ്മ ഇന്നക്കും, നിശ്ചയമായിട്ടും നിങ്ങൾ തീർന്നിട്ടില്ല. അതിനിടയ്ക്കൊരു വിളിയാണ്, അയ്യുഹല്ലാദൂനൽ മുകദ്ദിബൂൻ, ഓ അന്ത്യനാളിനെ കളവാക്കിയ ധിക്കാരികളെ, തെമ്മാടികളെ, നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂം എന്ന മരത്തിൽ നിന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും തിന്നുന്നവരാണ്. നരകത്തിലുള്ള ഒരു മരമാണ് സഖൂം എന്ന മരം. അത് നരകത്തിന്റെ അടിഭാഗത്ത് മുളച്ചു വരുന്ന ഒരു മരമാണ്. ആ മരത്തിന് നിങ്ങൾ തിന്നുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ മരത്തിന്റെ വിശേഷത? അതുണ്ടല്ലോ, വശജറുൻ കരീഹുൽ മൻളരി, നോക്കാൻ തീരെ പറ്റാത്ത, നോക്കാൻ വെറുക്കപ്പെടുന്ന ഒരു മരമാണ്. അതിന്റെ രുചിയാണെങ്കിലോ അതിനേക്കാളും അപ്പുറമാണ്. അതിനാരെങ്കിലും തൊട്ടാൽ അവന്റെ കൈ ചുട്ടു പയച്ചു പോകും, ചുട്ടു ബന്ധു പോകും. അങ്ങനത്തെ ഒരു മരമാണ്. മുൻതിനും ഫിറാഹിയത്തി, അതുണ്ടല്ലോ, അതിന്റെ മണമാണെങ്കിൽ, വാസനയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നാറി പൊട്ടുന്ന വാസനയാണ്, നാറി പൊട്ടുന്ന വാസനയാണ്. എന്നിട്ട് മഹാന്മാർ പറയുന്നു, വഹിയ ശജറത്തുൽ മൽഊന ഫിൽ ഖുർആൻ,
ഖുർആൻ അല്ലാഹു തആല ലഅനത്ത് ചെയ്യപ്പെട്ട മരമാണ്. ഖുർആൻ അല്ലാഹു തആല ശപിക്കപ്പെട്ട മരമാണ്. ആ മരുത്തിന്നിട്ടാണ് നിങ്ങൾ എന്താക്കും തിന്നുന്നത്. ഇതാണ് മറ്റൊരു സൂറത്ത് അല്ലാഹു തആല പറയുന്നു, ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്രിൽ ജഹീം. നരകത്തിന്റെ അടിഭാഗത്ത് മുളച്ചു വരുന്ന, നരകത്തിന്റെ അടിഭാഗത്ത് പുറത്തു വരുന്ന ഒരു മരമാണ് സഖൂം മരം. തൽഉഹാ കഅന്നഹു റൂസു ശയാത്തീൻ. അതിന്റെ തണ്ടുകള്, മനസ്സിലായില്ലേ, അതിന്റെ തടികള് കഅന്നഹു റൂസു ശയാത്തീൻ, അത് ശൈത്താന്മാരെ തലകളെ പോലെയാണ്. ആ മരുത്തിന്റെ തടികള് അത് ശൈത്താന്മാരെ തലകളെ പോലെ കാണും. ثم إن لهم عليها لشوبا من حميم. ചൂടാക്കപ്പെട്ട വെള്ളമാണ് അതിന്റെ പുറത്ത് വരുന്നത്. അത് അവർക്ക് കുടിപ്പിക്കപ്പെടും എന്നാണ് ഖുർആൻ അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഫൈന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുത്തൂൻ. അതാ നിശ്ചയമായിട്ടും ആ സഖൂം മരത്തിന്റെ തുടക്കമാണത്. അതിനിട്ട് അവർ തിന്നുക തന്നെ ചെയ്യും. തിന്നുക സാധാരണ തീറ്റല്ല. ഫമാലിഊന മിൻഹൽ ബുത്തൂൻ. തിന്നിട്ട് അവന്റെ വയറങ്ങ് വീർത്തു പോകും. സുബ്ഹാനല്ലാഹ്. സഖൂം മരം മുള്ളുമരമാണ്. അത് എന്നും നമുക്ക് സാധാരണ തിന്നാൻ നമുക്ക് സാധ്യമല്ല. ആ മരത്തിന്റെ അത് തിന്നുമ്പോൾ അവന്റെ തൊണ്ട പൊട്ടിപ്പോകും, അവന്റെ പയച്ചു പോകും, അവന്റെ അല്ലാത്തുള്ള മാംസങ്ങൾ അതാ വെന്തുരുകിപ്പോകും. പക്ഷേ ഒരു കഷ്ണമാ തിന്നത്, ഒരു കഷ്ണം തിന്നിട്ട് നല്ല പറഞ്ഞില്ല, ആകിലൂന മിൻഹൽ ബുത്തൂൻ. തിന്നടാ നിന്റെ വയറ് വീർക്കുന്നത് വരെ, നിന്റെ വയറ് വീർപ്പ് പൊട്ടുന്നത് വരെ നീ തിന്നണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഏതെങ്കിലും ചെറിയ ഒരു കഷ്ണം എടുത്തിട്ട് തിന്നിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിന്റെ വയറ് പൊട്ടോളം നീ തിന്നടാ എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ തിന്നിട്ട് ഫശരിബൂന മിനൽ ഹമീം ഫശരിബൂന ശുർബൽ ഹീം. സുബ്ഹാനല്ലാഹ്. ആ സഖൂം മരത്തിന്റെ അത് തിന്നുമ്പോൾ അവനിക്ക് പിന്നെ ദാഹിക്കും, ദാഹത്തോൻ പടക്കും. അല്ലാഹുവേ ദാഹിക്കുന്നു പറയുമ്പോൾ ഫശരിബൂന മിനൽ ഹമീം. ചൂടാക്കപ്പെട്ട ആ നരകത്തിൽ കടന്ന ആ വ്യഭിചാരികളുടെയും ചെമ്മാടികളുടെയും ഗുഹ്യസ്ഥാന നദികളായി പൊട്ടി വരുന്ന ആ വെള്ളമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. ആ സമയത്ത് അവൻ ദാഹം കൊണ്ട് പിടച്ചിട്ട് ഫശരിബൂന ശുർബൽ ഹീം. പോത്ത് കുടിക്കും, വെള്ളം കുടിക്കും പോലെ, നേരക്ക് ഖുർആൻ പറഞ്ഞത് ഒട്ടകം വെള്ളം കുടിക്കും പോലെ. ഞങ്ങളടുത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ നാട്ടിലുള്ള പോത്തുകളും കഴുതകളും അതാ അതിലേക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചാൽ എങ്ങനെയാണോ ദാഹിക്കുന്ന സമയത്ത് കുടിക്കുന്നത്, അതുപോലെ അവൻ കുടിക്കും. ആ കുടിച്ചു തീരുമ്പോൾ അവന്റെ ദാഹം തീരൂല, പിന്നെയും കൂടുതലാകും, പിന്നെയും പസി കൂടുതലാകും. അല്ലാഹു തആല പറയുന്നു, ഹദാ നുസുലുഹും യൗമദ്ദീൻ. ഇതുണ്ടല്ലേ ഈ സഖൂം മരത്തിന് കൊടുക്കുന്ന ഈ ഭക്ഷണം, ഇത് പ്രഥമ ഭക്ഷണമാണ്, ഫസ്റ്റ് കൊടുക്കുന്ന ഭക്ഷണം. സാധാരണ ഞങ്ങൾ ഔത്തുകാരെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് എന്താക്കുക, ഇന്ന തണ്ണി എടുത്ത് ഞങ്ങൾ കൊടുക്കുക, പിന്നല്ലേ നല്ല അവനക്ക് തിന്നാക്കത്. അതേപോലെ നരകത്തിൽ കിട്ടുന്ന ഫസ്റ്റുള്ള ഒരു ശിക്ഷയാണ് സഖൂം മരത്തിന്റെ ഭക്ഷണം. അത് കുടിച്ചാൽ അവന്റെ തൊണ്ട പൊട്ടി പോകും, അവന്റെ നാവും അവിടെ നിന്ന് കരിഞ്ഞു പോകും. തിന്നാൻ സാധ്യമല്ല, തിന്നാതിരിക്കാനും സാധ്യമല്ല. തിന്നുമ്പോൾ ദാഹിക്കുമ്പോൾ ഈ നിലക്കുള്ള ചൂടാക്കപ്പെട്ട വെള്ളം കുടിക്കും. ആ കുടിക്കുന്ന കൊലപാട് പറയുന്നത് ഫശരിബൂന ശുർബൽ ഹീം. അതാ ഒട്ടകം വെള്ളം കുടിക്കും പോലെ, പോത്തുകൾ വെള്ളം കുടിക്കും പോലെ അവനതാ കുടിക്കും. ഹദാ നുസുലുഹും യൗമദ്ദീൻ.
ഇത് ഖിയാമത്ത് നാളിൽ ധിക്കാരികൾക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സൽക്കാരമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, മദീനത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദർസ് ഈ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ അൻസാരികളെ കൂട്ടത്തിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അയാൾ നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ അയാളെ മനസ്സിൽ പേടിയായി പോയി. പിന്നീട് റസൂലുള്ളാഹിന്റെ ദുആ കേൾക്കുമ്പോൾ അയാൾ പിന്നെയും പേടി കൂടുതലായി പോയി. അതാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നാറ് എന്ന് കേൾക്കുമ്പോൾ അയാൾ പൊട്ടിപ്പോയി, അയാളെ നിയന്ത്രണം തപ്പിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സഫിലും ഒന്നാമത്തെ സഫ് വലഭാഗത്തിലാണ് റസൂലുള്ള ഈ നാറ് എന്ന ഈ ദുആരക്കുമ്പോൾ, നരകത്തിനെ തൊട്ട് കാവൽപ്പാടത്തിന് നിന്ന് ദുആരക്കുമ്പോൾ നാറ് എന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ അയാൾ ജമാഅത്തിലേക്ക് വരുന്നത് നിർത്തിപ്പോയി. മദീനത്തെ പള്ളിക്ക് അയാൾ ജമാഅത്തിന് വന്നില്ല. പൊരയിലാണ് നിസ്കാരം തുടങ്ങിയത്. ഒരു ദിവസം ഹബീബായ മുത്തുനബി ചോദിച്ചു, അല്ല സ്വഹാബാക്കളെ, അൻസാരിയിൽപ്പെട്ട ഒരു സ്വഹാബി എല്ലാ നിസ്കാരത്തിനും വലഭാഗത്ത് ഒന്നാമത്തെ സഫിൽ കണ്ടിരുന്നു. ഇന്ന് ആ സ്വഹാബി എവിടെയാണ്? ഇപ്പോഴാണ് മുത്തുനബിന്റെ സ്വഹാബാക്കൾ പറഞ്ഞത് പൊരയിലാണ്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ ബാക്കി ഭാഗവും അതേപോലെ നരകത്തിനെ കുറിച്ചിട്ടുള്ള 1-2 വിഷയം നമുക്ക് 28ാമത്തെ നോമ്പിൽ ചർച്ച ചെയ്യാം. ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി റമളാന്റെ ക്ലാസ് അവസാനിച്ചു. ഇനി കുറച്ചും ഈ ഹദീസും ഇതുമായുള്ള വിഷയം ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ട് അല്ലാഹു ഞങ്ങളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, 27ാമത്തെ രാത്രിയാണ് വരാൻ പോകുന്നത്. കഴിവിന്റെ പരമാവധി അതേപോലെ പോലെ ധാരാളം സൂറത്ത് ഓതണം. മഗ്രിബ് നിസ്കാരത്തിന് ജമാഅത്തിന് എത്താൻ കഴിയുന്നവർ ജമാഅത്തിലേക്ക് എത്തണം. ഒന്നാമത്തെ റക്അത്ത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. മഗ്രിബും ഇശാഉം ഒരാൾ ജമാഅത്തിന് കൂടിയാൽ ലൈലത്തുൽ ഖദ്റിന്റെ ഹല്ല് അവനിക്ക് കിട്ടും ചെയ്തിട്ട്. അപ്പൊ ക്ലാസ്സിൽ കേട്ട നിങ്ങളെങ്കിലും ആ ഒന്നാമത്തെ റക്അത്ത് മഗ്രിബിന് എത്താൻ സാധിക്കുന്നവർ, പണിയുള്ളവർ ബിസിനസ് ഉള്ളവർ പറയുന്നത്, സാധിക്കുന്നവർ മഗ്രിബിലേക്ക് തന്നെ എത്തുക. ഇശാഇന്റെ ജമാഅത്തിലേക്കും എത്തുക. അള്ളാഹു എവിടെയാണ് ഏത് സമയത്താണ് നമുക്ക് കിട്ടുക എന്ന് പറയാൻ സാധ്യമല്ല. അതേപോലെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഷർട്ടെല്ലാം ഇട്ടിട്ട് പിന്നെ ഔറത്ത് കാണുമ്പോൾ എല്ലാം ഇതാക്കി തൊപ്പി വെച്ചിട്ട് തൊപ്പിനൊന്നല്ല തല മറച്ചിട്ടിട്ട് അവളെ എന്തെങ്കിലും ആവും. അതേപോലെ സെന്റ് ഇട്ടിട്ട് അത്തറിട്ടിട്ട് ഞങ്ങളെ പൊരയിലും അത്തർ ഇടൽ സുന്നത്തും ഇമാമിങ്ങൾ പറഞ്ഞു. മലായിക്കൽ വരുമ്പോൾ അവർക്ക് വിരുന്നാണ് പുക. ഞങ്ങളെ പുകയാണെങ്കിൽ ആ മണത്തിന്റെ ആ പുക അവിടെ ഉണ്ടാക്കുക. കാരണം അത് മലക്കുകൾക്കുള്ള വിരുന്നാണ്. ഞങ്ങളെ പുരക്കെല്ലാ മലായിക്കൽ വരും, ഞങ്ങളെ മക്കളെടുത്തും ഞങ്ങളെടുത്തും വരും. ആ വരുമ്പോൾ നല്ല മണങ്ങൾ ഉണ്ടാകണം. ടോയ്ലറ്റ് എല്ലാം തുറന്ന് വെച്ചിട്ട് സ്മെല്ലെല്ലാം പുറത്ത് പറകുത്തിയത് അതെല്ലാം ബന്ധാക്കിയിട്ട് ആവശ്യം പോയിട്ട് പിന്നെ ബന്ധാക്കും. ശുദ്ധിയായിട്ട് ക്ലീനായിട്ട് തൗത്തെല്ലാം വെച്ചോളും. അതേപോലെ ഞങ്ങളെ പള്ളി മാഷാ അല്ലാഹ് നല്ല ദിക്ർ ചൊല്ലും, നല്ല ഡ്രസ്സ്, വെളുത്ത ഡ്രസ്സ് അതെല്ലാം ഇട്ടിട്ട് നല്ല ഒരു നിയത്തോട് കൂടി പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് പറഞ്ഞു. എപ്പം മരിക്കും, ഏത് സമയത്ത് ഞങ്ങൾ റൂഹിന് അള്ളാഹു പിടിക്കും, അള്ളാഹുലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ രാത്രി വരണം. അതേപോലെ തസ്ബീഹ് നിസ്കാരം, അതേപോലെ ദിക്ർ സ്വലാത്ത്. ഇന്നത്തെ ഒരു ജാവ് എല്ലാ അർജന്റും നിവൃത്തിയില്ലാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നതല്ല. ചിലപ്പോൾ നിർബന്ധമായിട്ടും പീഡ തുറന്നിട്ടേ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്കിയിട്ടേ വേണ്ടി വരും. അവരെ കുറിച്ച് പറയുന്നതല്ല. ആ സൗകര്യം ഉള്ളവർ എല്ലാവരും ആ നിലക്കുള്ള സൗകര്യം എടുത്തിട്ട് നല്ലൊരു ഇബാദത്തിനായി നിയത്ത് വെച്ച് വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ 27